ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാൻ മുമ്പ് അവളെ കണ്ടിട്ടുണ്ട്, ഞാൻ മുമ്പ് അവനെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ മുമ്പ് ഇത് വായിച്ചിട്ടുണ്ട്, ഞാൻ മുമ്പ് ഇത് നിനക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സെൻറ്റൻസുകൾ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത്. സോ എല്ലാവരും ക്ലാസ് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. ചെറിയൊരു ക്ലാസ്സാണ്, അപ്പോൾ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കാം. സോ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. സോ ഫസ്റ്റ് സെൻറ്റൻസ്, ഞാൻ അവളെ മുമ്പ് കണ്ടിട്ടുണ്ട്. ഞാൻ അവളെ മുമ്പ് കണ്ടിട്ടുണ്ട്. ഞാനിത് മുമ്പ് വായിച്ചിട്ടുണ്ട്. ഞാനിത് മുമ്പ് നിനക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ എങ്ങനെ നമുക്ക് പറയാം? വളരെ സിമ്പിളാണ്. നമ്മളെങ്ങനെ ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സെൻറ്റൻസുകൾ നമ്മൾ പറയുക എങ്ങനെയാണ്? ഹാസോ ഹാവോ വെച്ചിട്ടാണ് നമ്മൾ പറയുക അല്ലേ. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഹാസോ ഹാവ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ പറയുന്നത്. അപ്പോൾ നോക്കാം. ഞാൻ അവളെ മുമ്പ് കണ്ടിട്ടുണ്ട്. എങ്ങനെ പറയാം? ഞാൻ എന്നുള്ളതാണ് സബ്ജക്റ്റ്. സോ നമ്മൾ ഐ എടുക്കുന്നു. അതുപോലെ തന്നെ ഐൻ്റെ കൂടെ നമ്മൾ ഹാസ് ആണോ ഹാവ് ആണോ ഉപയോഗിക്കുക? ഹാവ് ആണല്ലോ ഉപയോഗിക്കല്ലേ. നമ്മൾ ഒരുപാട് ക്ലാസ്സിൽ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. സോ ഐൻ്റെ കൂടെ നമ്മൾ ഹാവ് എടുക്കുന്നു. ഐ ഹാവ്. ഇനി കാണുക എന്നുള്ള വേർബല്ലേ നമ്മൾ പറഞ്ഞത്, കാണുക. അതിൻ്റെ തേർഡ് ഫോമാണ് നമുക്ക് വേണ്ട കേട്ടോ. ഐ ഹാവ് സീൻ. ഓക്കെ, ഹാസോ ഹാവ് വന്നാൽ പിന്നെ എന്താണ്, നമ്മൾ വേർബിൻ്റെ തേർഡ് ഫോമാണ് എടുക്കേണ്ടത് കേട്ടോ. അതായത് PPV ഫോം. ഓക്കെ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അല്ലെങ്കിൽ നമ്മൾ വേർബിൻ്റെ തേർഡ് ഫോമാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. സോ ഐ ഹാവ് സീൻ. ഇനി അവളെയാണ് കണ്ടതെന്നല്ലേ നമ്മൾ പറഞ്ഞത്. ഐ ഹാവ് സീൻ ഹർ. ഞാൻ അവളെ കണ്ടിട്ടുണ്ട് എന്നായി. ഇനി മുമ്പ് ഞാൻ അവളെ കണ്ടിട്ടുണ്ട് എന്നാണ് നമ്മുടെ സെൻറ്റൻസിലെ. ഈസിയാണ്. ബിഫോർ എന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ലാസ്റ്റ് ഒരു ബിഫോർ എന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ സെൻറ്റൻസ് പറയാം. ഐ ഹാവ് സീൻ ഹർ ബിഫോർ. ഞാൻ അവളെ മുമ്പ് കണ്ടിട്ടുണ്ട്. കിട്ടിയില്ലേ? നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സെൻറ്റൻസ് പറയുമ്പോൾ നമ്മൾ ഏതൊരു ഫോമിൽ പറയണം? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഫോമിലാണ് പറയുന്നത്. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോമാണ് കേട്ടോ. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. സബ്ജക്റ്റ് എടുക്കുക, എന്നിട്ട് ഹാസ് അല്ലെങ്കിൽ ഹാവ് എടുക്കുക, പിന്നെ വെർബിൻ്റെ തേർഡ് ഫോം എടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? ഐ ഹാവ് സീൻ ഹർ ബിഫോർ. ഐ ഹാവ് സീൻ ഹർ ബിഫോർ. പിന്നെ ഹാസും ഹാവും എവിടെ ഉപയോഗിക്കാമെന്നൊക്കെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്. ഒന്നും കൂടെ പറഞ്ഞുതരാം. ഐ, യു, ദേ, വി ഒക്കെയാണ് സബ്ജക്റ്റ് വരുന്നത് എങ്കിൽ ഒന്നും നോക്കണം, നമ്മൾ ഹാവ് എടുക്കുക കേട്ടോ. ഐ, യു, ദേ, വി ആണ് സബ്ജക്റ്റ് വരുന്നതെങ്കിൽ നമ്മൾ ഹാവ് എടുക്കുക. അതുപോലെ തന്നെ ഹിയോ, ഷിയോ, ഇറ്റോ ആണ് സബ്ജക്റ്റ് വരുന്നത് എങ്കിൽ, ഇനി ഇതിന് പകരം ഒരാളുടെ പേരാണ് വരുന്നത് എങ്കിൽ അവിടെ നമ്മൾ ഹാസ് എടുക്കുക. ഓക്കെ, നെക്സ്റ്റ് സെൻറ്റൻസ് പറയാം. ഞാനിത് മുമ്പ് വായിച്ചിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? ഞാനിത് മുമ്പ് വായിച്ചിട്ടുണ്ട്. എങ്ങനെ പറയാം? വായിക്കുക എന്നതാണ് ഇവിടുത്തെ വേർബ്. അത് മാത്രം നോക്കിയാൽ മതി, ബാക്കിയൊക്കെ സെയിം ആണല്ലേ. വായിക്കുക എന്നുള്ള വേർബ് എന്താണ്? റീഡ് എന്നാണ് വേർബിലെ. അതിൻ്റെ തേർഡ് ഫോം എന്താണ്? റെഡ് എന്നാട്ടോ. സെയിം സ്പെല്ലിംഗ് ആണ്. റീഡ്, റെഡ്. ഓക്കെ, റീഡ് READ തന്നെയാണ്. റെഡ് പ്രൊനൗൺസിയേഷനിൽ മാത്രമേ മാറ്റുള്ളൂ കേട്ടോ. അത് നമുക്കങ്ങനെ പറഞ്ഞു നോക്കാം. ഓക്കെ, ഐ ഹാവ് റെഡ് ഇറ്റ് ബിഫോർ. ഞാനിത് മുമ്പ് വായിച്ചിട്ടുണ്ട്. ഐ ഹാവ് റെഡ് ഇറ്റ് ബിഫോർ. ഐ ഹാവ് റെഡ്. ഞാനിത് വായിച്ചിട്ടുണ്ട്. ഈ ഹാവ് എന്നതുകൊണ്ടാണ് നമ്മൾ ഈ ചെയ്തിട്ടുണ്ട് എന്നുള്ള മീനിങ് വരുന്നത് കേട്ടോ. ഐ ഹാവ് റെഡ്. ഞാൻ വായിച്ചിട്ടുണ്ട്. ഇറ്റ്, ഇത്, ബിഫോർ, മുമ്പ്. കിട്ടിയില്ലേ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. ഞാൻ അവനെ പറ്റി മുമ്പ് കേട്ടിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? ഞാൻ അവനെ പറ്റി മുമ്പ് കേട്ടിട്ടുണ്ട്. ഐ ഹാവ് ഹേർഡ് ഓഫ് ഹിം ബിഫോർ. ഐ ഹാവ് ഹേർഡ് ഓഫ് ഹിം ബിഫോർ. ഐ ഹാവ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഹേർഡാണ് നമ്മുടെ വേർബ്. ഹിയർ എന്നതാണ് ഇവിടുത്തെ വേർബ്. സോ ഹിയറിൻ്റെ തേർഡ് ഫോം മാത്രം നോക്കുക. ഹിയർ എന്താണ് തേർഡ് ഫോം? ഹിയർഡ് എന്നാട്ടോ. ഹിയർഡ്, HEARD, ഹിയർഡ്. ഓക്കെ, അപ്പം എങ്ങനെ പറയാം? ഐ ഹാവ് അതേപോലെ പറയാം. ഐ ഹാവ് ഹേർഡ് ഓഫ് ഹിം. അവനെക്കുറിച്ച്. ഈ ഓഫ് വരുമ്പോൾ എന്താണ്? ഓഫ് ഹിം അവനെക്കുറിച്ച്, ഓഫ് ഹർ അവളെക്കുറിച്ച്, ഓഫ് ഇറ്റ് ഇതിനെക്കുറിച്ച്, അങ്ങനെയാണ് മീനിങ് വരിക കേട്ടോ. ഐ ഹാവ് ഹേർഡ് ഓഫ് ഹിം. ഞാൻ അവനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട്. ബിഫോർ, മുമ്പ്. ഞാൻ അവനെ പറ്റി മുമ്പ് കേട്ടിട്ടുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ അത് നിനക്ക് മുമ്പ് തന്നിട്ടുണ്ടെന്ന് എങ്ങനെ പറയാം? തന്നിട്ടുണ്ട്, നൽകിയിട്ടുണ്ട് എന്നാട്ടോ. ഐ ഹാവ് ഗിവൺ യു ഇറ്റ് ബിഫോർ. ഐ ഹാവ് ഗിവൺ യു ഇറ്റ് ബിഫോർ. ഞാനത് നിനക്ക് മുമ്പ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനത് മുമ്പ് നിനക്ക് നൽകിയിട്ടുണ്ട്. ഐ ഹാവ് ഗിവൺ യു ഇറ്റ്
ബിഫോർ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി സിമ്പിളായിട്ടുള്ളൊരു സെൻറ്റൻസ്, ഞാൻ മുമ്പ് പുകവലിച്ചിട്ടുണ്ട് എന്ന് എങ്ങനെ പറയാം? ഐ ഹാവ് സ്മോക്ഡ് ബിഫോർ. ഐ ഹാവ് സ്മോക്ഡ് ബിഫോർ. സ്മോക്ക് എന്നുള്ള വെർബിൻ്റെ തേർഡ് ഫോം എന്താണ്? സ്മോക്ഡ്. ഓക്കെ, ഐ ഹാവ് സ്മോക്ഡ് ബിഫോർ. ഇനി നമുക്ക് കുറച്ചും കൂടി എക്സാമ്പിൾസ് പറയാം, നിങ്ങൾക്ക് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ഐ ഹാവ് വാച്ച്ഡ് ദീസ് ഫിലിം ബിഫോർ. ഐ ഹാവ് വാച്ച്ഡ് ദീസ് ഫിലിം ബിഫോർ. ഞാൻ ഈ സിനിമ മുമ്പ് കണ്ടിട്ടുണ്ട്. ഐ ഹാവ് വാച്ച്ഡ് ദീസ് ഫിലിം ബിഫോർ. ഐ ഹാവ് പ്ലേഡ് ദിസ് ഗെയിം ബിഫോർ. ഈ ഗെയിം ഞാൻ മുമ്പ് കളിച്ചിട്ടുണ്ട്. ഓക്കെ, ഐ ഹാവ് സീൻ യു ബിഫോർ. ഞാൻ നിന്നെ മുമ്പ് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് സെൻറ്റൻസുകൾ വരിക. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതൊക്കെ പോസിറ്റീവ് സെൻറ്റൻസാണ്. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ സിനിമ മുമ്പ് കണ്ടിട്ടില്ല, ഞാൻ അവനെ മുമ്പ് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അവളെ മുമ്പ് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഈ ബുക്ക് മുമ്പ് വായിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് സെൻറ്റൻസുകൾ പറയാൻ വളരെ ഈസിയാണ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ഹാവിൻ്റെ കൂടെ നമ്മളൊരു നോട്ട് ചേർത്തിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. ഐ ഹാവിൻറ്റ് പ്ലേഡ് ദിസ് ഗെയിം ബിഫോർ. ഐ ഹാവിൻറ്റ് പ്ലേഡ് ദിസ് ഗെയിം ബിഫോർ. ഞാൻ മുമ്പ് ഈ ഗെയിം കളിച്ചിട്ടില്ല. ഐ ഹാവിൻറ്റ് എന്ന് വെച്ചാൽ ഹാവ് പ്ലസ് നോട്ട്. ഐ ഹാവ് നോട്ടാണ് കേട്ടോ. നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് ഐ ഹാവിൻറ്റ് എന്ന് പറയുന്നു. സോ ഐ ഹാവിൻറ്റ് പ്ലേഡ് ദിസ് ഗെയിം ബിഫോർ. ഹാവിൻറ്റ് സീൻ യു ബിഫോർ. ഞാൻ നിന്നെ മുമ്പ് കണ്ടിട്ടില്ല. ഐ ഹാവിൻറ്റ് സീൻ യു ബിഫോർ. ഐ ഹാവിൻറ്റ് മെറ്റ് യു ബിഫോർ. ഞാൻ നിന്നെ മുമ്പ് മെറ്റ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ കണ്ടുമുട്ടിയിട്ടില്ല. സെയിം ആട്ടോ. ഐ ഹാവിൻറ്റ് മെറ്റ് യു ബിഫോർ. ദെൻ ഐ ഹാവിൻറ്റ് ഈറ്റൺ ദിസ് ഫുഡ് ബിഫോർ. ഞാൻ മുമ്പ് ഈ ഫുഡ് കഴിച്ചിട്ടില്ല. ഐ ഹാവിൻറ്റ് ഈറ്റൺ ദിസ് ഫുഡ് ബിഫോർ. ഈറ്റ് കഴിക്കുക എന്നുള്ള വെർബിൻ്റെ തേർഡ് ഫോം എന്താണ്? കഴിച്ചിട്ടുണ്ട് എങ്ങനെ പറയാം? ഈറ്റൺ എന്നാട്ടോ. അപ്പോൾ ഐ ഹാവിൻറ്റ് ഈറ്റൺ ദീസ് ഫുഡ്സ് ബിഫോർ. ഞാൻ മുമ്പ് ഈ ഫുഡ് കഴിച്ചിട്ടില്ല. ഐ ഹാവിൻറ്റ് വന്നതുകൊണ്ട് എന്താണ്? കഴിച്ചിട്ടില്ല എന്നാണ് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരൊറ്റ പോയിൻറ്റും കൂടെ പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഞാൻ മുമ്പ് നിന്നെ കണ്ടിട്ടില്ല എന്നാണല്ലോ പറഞ്ഞില്ലേ. ഇനി നമുക്ക് ഇങ്ങനെ പറയാം കേട്ടോ. ഞാൻ നിന്നെ ഇതുവരെ കണ്ടിട്ടില്ല, അങ്ങനെ നമ്മൾ പറയില്ലേ. ഞാൻ നിന്നെ ഇതുവരെ കണ്ടിട്ടില്ല, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, അങ്ങനെയൊക്കെ നമ്മൾ പറയൂലേ. അപ്പോൾ അതുപോലെയുള്ള സെൻറ്റൻസുകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പറയാം. ഇതുപോലെ തന്നെയാണ് സെൻറ്റൻസ്. ലാസ്റ്റ് ഒരു എറ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ബിഫോറിന് പകരം നമ്മൾ ഒരു എറ്റ് ചേർത്ത് കൊടുത്താൽ എന്തായി? ഇതുവരെ എന്നായിട്ടോ. നമുക്ക് എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞു നോക്കാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഐ ഹാവിൻറ്റ് സീൻ യു എറ്റ്. ഐ ഹാവിൻറ്റ് സീൻ യു എറ്റ്. ഞാൻ ഇതുവരെ നിന്നെ കണ്ടിട്ടില്ല. ഐ ഹാവിൻറ്റ് സീൻ യു എറ്റ് എന്നാട്ടോ. ഐ ഹാവിൻറ്റ് റെഡ് ദിസ് ബുക്ക് എറ്റ്. ഞാൻ ഈ ബുക്ക് ഇതുവരെ വായിച്ചിട്ടില്ല. ഐ ഹാവിൻറ്റ് ഹേർഡ് ദിസ് ന്യൂസ് എറ്റ്. ഞാൻ ഇതുവരെ ഈ ന്യൂസ് കേട്ടിട്ടില്ല. ഐ ഹാവിൻറ്റ് ഹേർഡ് ദിസ് ന്യൂസ് എറ്റ്. ഞാൻ ഇതുവരെ ഈ വാർത്ത കേട്ടിട്ടില്ല. എങ്ങനെ പറഞ്ഞത്? ഐ ഹാവിൻറ്റ് ഹേർഡ് ദിസ് ന്യൂസ് യെറ്റ്. ഓക്കെ, അപ്പോൾ ഈ ബിഫോറിന് പകരം നമ്മൾ യെറ്റ് ചേർക്കുമ്പോൾ എന്താണ്? ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല, ഇതുവരെ ഞാൻ പോയിട്ടില്ല, അങ്ങനെ ആവട്ടോ. ബിഫോർ ആകുമ്പോഴോ മുമ്പ് ഞാൻ കണ്ടിട്ടില്ല, മുമ്പ് ഞാൻ കേട്ടിട്ടില്ല, മുമ്പ് ഞാൻ വായിച്ചിട്ടില്ല, ഇങ്ങനെ മീനിങ് വരും കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ 2-3 രീതിയിൽ എങ്ങനെയാണ് സെൻറ്റൻസുകൾ പറയാമെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും. പക്ഷേ നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ നിങ്ങളത് മറന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മറന്നു പോകാതൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഇത് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ സെൻറ്റൻസുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ സെൻഡ് ചെയ്യുക. 1-2 സെൻറ്റൻസുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ സെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇത് ലെറ്റ്സ് ഫൈൻഡ് അപ്പ് അവർ ക്ലാസ് ആൻഡ് ഇഫ് യു ഫൈൻഡ് ഇറ്റ് യൂസ്ഫുൾ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.